പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം അത്ര കണ്ട് ആളുകൾ മനസ്സിലാക്കുമോ അല്ലെങ്കിൽ ഷെയർ ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം എല്ലാവർക്കും വേണ്ടത് എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റർടൈൻമെൻ്റ് ആകുന്ന വീഡിയോസാണ്. പക്ഷേ എന്തുകൊണ്ടോ കുറേ ദിവസമായിട്ട് ഈ വീഡിയോ ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുകയാണ്. എൻ്റെ ഗൾഫ് രാജ്യത്തുള്ള എൻ്റെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അതിന് നിങ്ങൾ ഏതർത്ഥത്തിൽ എടുക്കുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കരുതെന്ന് മാത്രമേ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളൂ. കാര്യത്തിലേക്ക് കിടക്കാൻ വേറൊന്നുമല്ല, ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്ന എല്ലാ പ്രവാസികൾക്കും അറിയാം, നമുക്ക് ധാരാളമായിട്ട് വെള്ളവും കരണ്ടും ഒരു പരിധിയില്ലാതെ കിട്ടുന്ന ഒരു നാടാണ്. നമുക്കൊരു റെസ്ട്രിക്ഷൻ ഇല്ല അതിനകത്ത്, ഒരിക്കലും ഒരു നിയന്ത്രണമില്ലാതെ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ വാല്യൂ എന്താണെന്നോ വില എന്താണെന്നോ ഒന്നും മനസ്സിലാക്കാത്ത രീതിയിലാണ് മഹാഭൂരിപക്ഷം ആളുകൾ ഇവയൊക്കെ ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പാണ്. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശരിയാണോ നിങ്ങൾ തന്നെ സ്വയം ആലോചിച്ചാൽ മതി. ആ സ്ഥാനത്ത് നമ്മൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ സ്വിച്ചുകളും അല്ലെങ്കിൽ ആവശ്യമില്ലാതെ അപ്പത്തന്നെ ഓഫാക്കും അല്ലേ. ഇവിടെ ഇപ്പം ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കുവൈറ്റിലിരുന്നുകൊണ്ടാണ്. ഈ കുവൈറ്റിലെ ഇപ്പോഴത്തെ ചൂടെന്ന് പറയുന്നത് 50-52 ഡിഗ്രി ചൂടാണ്. ഈ അതിഭയങ്കരമായ ചൂടിൽ പലപ്പോഴും പല സമയത്തും പവർ കട്ടിൻ്റെ ആവശ്യം വന്നിരിക്കുകയാണ്. കാരണം ലോഡ് അത്രയധികം കൂടുതലാണ്, ഒരു പരിധിയില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ, നമുക്ക് ആവശ്യമുള്ള കറണ്ട് മാത്രം നമ്മൾ ഉപയോഗിക്കുക. ആവശ്യമില്ലാത്ത ലൈറ്റുകളും ഉപകരണങ്ങളൊക്കെ ഓഫാക്കി ഇടുക. ഒരൊറ്റ ഗ്ലാസ് കട്ടൻ ചായക്ക് വേണ്ടിയിട്ട് ഒരു കെറ്റിൽ നിറയെ വെള്ളം തിളപ്പിക്കുന്ന കാണാം. അത് കഴിഞ്ഞ് കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ അടുത്ത ആളെ വന്നിട്ട് വീണ്ടും തിളപ്പിക്കുന്ന കാണാം. ഇതൊക്കെ എത്രയോ കാലമായിട്ട് നമ്മൾ പലരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു ഷർട്ട് തേക്കാൻ വേണ്ടി ഓണാക്കുന്ന അയൺ ബോക്സ് ഉച്ചവരെയൊക്കെ ഓണായി കിടക്കുന്ന കണ്ടിട്ടുണ്ട് ഞാൻ. വാഷിംഗ് മെഷീൻ ഒരു പരിധിയില്ല. ഫുള്ളി ഓട്ടോമാറ്റിക് അല്ലാത്ത വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിക്കുന്നവർ രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ വെള്ളം തുറന്നിട്ട് പോയിട്ട് വൈകിട്ട് വന്നിട്ട് ഓഫാക്കുന്ന സംഭവങ്ങൾ എത്രയോ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഞാനൊക്കെ എത്രയോ തവണ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് റൂമിൽ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാവുന്ന കാര്യങ്ങളാണ് നമുക്ക്. അതുകൊണ്ട് ദയവായിട്ട് മനസ്സിലാക്കുക, മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ, നമ്മൾ മാത്രം ചെയ്തിട്ട് എന്താ കാര്യം ചിന്തിക്കാതെ നമുക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ആലോചിക്കുക. പലപ്പോഴും വെള്ളിയാഴ്ചകളിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്ന സുഹൃത്തുക്കൾ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതെല്ലാം നിർബാധം കിട്ടുമ്പോൾ നമ്മൾ ആരും അത് ഓർക്കാറില്ലെന്നുള്ള സത്യം. അതുകൊണ്ട് ദയവായിട്ട് വെള്ളവും കറണ്ടും നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുക. ആവശ്യമില്ലാത്തപ്പോൾ അതെല്ലാം സേവ് ചെയ്യാനുള്ള എല്ലാ നടപടികളും നമ്മളെ ഭാഗത്ത് നിന്ന് എടുക്കുക. എല്ലാവരും അങ്ങനെ ചെയ്യുന്നല്ലോ എന്ന് കരുതിയിട്ട് നമ്മളും അങ്ങനെ ചെയ്യേണ്ടതില്ല. നമ്മളെ ഭാഗത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുക. ഇത് കേട്ടിട്ട് ദയവായിട്ട് എന്നെ തെറി പറയാൻ വരുന്നവർ സ്വയം ഒന്ന് ആലോചിക്കുക. നന്ദി.